അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ ഞാനും നിങ്ങൾക്ക് മുമ്പിൽ അവിടത്തെ കുറിച്ച് അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവൻ നിങ്ങൾ കരുണ കാണിക്കുവിൻ, എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും കാണിക്കുകയുള്ളൂ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പ്രകാശം പൊഴിക്കുന്ന പൗർണമിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും മരമൊഴിയാലും അടയാളപ്പെടുത്തുവാൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. അത്രത്തോളം പാരാവാരം പോലെ പറഞ്ഞു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുവല്ലോ, അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു എന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവുമില്ല എന്നതാണ് സത്യം. സ്വലാത്തിന്റെ സ്വരരാഗങ്ങൾ സദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡ് പോലും അവിടുത്തെ പുകഴ്ത്താത്തതായില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തനത്താളിൽ നിന്നൊരു ചെറുതാൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. കള്ളിലും കാമക്കൂത്തിലും ലയിച്ച് കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ വിഭാഗം അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുഗപ്പിറവി. പിറന്നത് പെൺകുഞ്ഞ് എന്നറിഞ്ഞാൽ നിർഭയം ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിയവന് പരലോകത്ത് പ്രതിഫല കൂമ്പാരമുണ്ടെന്ന സന്ദേശം എത്തിച്ച് അവിടുന്ന് ജ്ഞാന വെളിച്ചമേകി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാകി വർണ്ണവിവേചനത്തെ പടികടത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവെളുത്ത സൽമാൻ ഫാരിസി തങ്ങളെയും സഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. ഇങ്ങനെ അവിടുന്ന് രചിച്ച സുഹൃത വിപ്ലവം വിവരിക്കാനാവില്ല. വിമർശകരുടെ ആരോപണ നൂലാമാല പോലെ വാളുകൊണ്ടല്ല അവിടുന്ന് പരിശുദ്ധ ദീനിനെ പടിപടിയായി ഉയർത്തിയത്, മറിച്ച് ഉത്കൃഷ്ടവും വിശിഷ്ടവുമായ സ്വഭാവത്തിലൂടെ ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുവല്ലോ, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന്. എന്നിട്ടും അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി എന്നായിരുന്നു. അവിടുത്തെ സഹന സാമീപ്യം കണ്ട്, സ്നേഹ വായ്പ കണ്ട് എത്ര പേരാണ് പരിശുദ്ധ ഇസ്ലാം പുൽക്കിയത്. ബോധന വഴിയിൽ കല്ലുകളും മുള്ളുകളും കനൽ ചീലുകളും ഒന്നൊന്നായി പതിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിന്റെ പ്രതിഫലങ്ങളാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയരഹസ്യം. ഇതര മത നേതാക്കൾക്ക് പോലും ആ മഹത്വത്തെ വാഴ്ത്തേണ്ടതായി വന്നു എന്നതാണ് സത്യം. I like Muhammad's ability. Muhammad was not only perfect but also in sociality എന്ന ഡോക്ടർ ബർണാഡസിന്റെ വാക്കുകളും കാരുണ്യവാൻ നബി മുത്തുരത്നമോ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളും മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന യാത്രക്കാർക്ക് തണൽ കിട്ടാനായി ദൈവം ഇടക്ക് നട്ടുവളർത്തുന്ന തണൽ മരങ്ങളുടെ തണൽ മരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ വരികളും ഇവിടെ സ്മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യശരണ സമ്മാനിച്ച മുത്തിനെ സ്നേഹിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങളുടെ മാതാപിതാ സന്താനങ്ങളെക്കാളും മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ആരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല എന്നാണല്ലോ അവിടുന്ന് തന്നെ പഠിപ്പിച്ചത്. ഈ മഹിതമൊഴി മുത്ത് അന്വർത്ഥമാക്കിയാണ് സ്വഹാബത്തും താബീങ്ങളും ജീവിതത്തോടെ തുഴഞ്ഞത്. കൊലക്കയറിന് മുമ്പിലും സ്നേഹത്തെ ബലിയർപ്പിക്കാത്ത ഗുബേത്തങ്ങളും തിരുചലന നിശ്ചലനങ്ങളെ അനുധാവനം ചെയ്ത ഇബ്നു ഉമർ തങ്ങളും തിരുമുത്തിന്റെ വഫാദാറിനെ അവിടുത്തെ കാണാതിനായി നിങ്ങൾ എനിക്കെന്തിനെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച അബ്ദുല്ലാഹി ഇബ്നു സൈദ് തങ്ങളും തിരുസ്നേഹ താളുകളിലെ ഒളിമങ്ങാത്ത താരകങ്ങളാണ്. ആ മുത്തിനെ സ്നേഹിച്ചും പ്രകീർത്തിച്ചും അവിടുന്ന് കാട്ടിയ മികച്ച പാതയിൽ ഗമിച്ചും നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഫലസ്തീനിന്റെ മണ്ണിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 10,000 കോൺക്രീറ്റ് ഭിത്തികൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഫലസ്തീൻ ചെഞ്ചോര ചായമണിയുമ്പോൾ അല്ലാഹ് നീ സമാധാനം നൽകണേ അല്ലാഹ്, നീ വിജയം നൽകണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.